14 ദിവസം. വചനഭാഗം മത്തായി 1 അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അവളെക്കുറിച്ച് ജനങ്ങളോട് ഭയപ്പെടാതെ നിന്റെ ഭാര്യയായ മരിയയെ സ്വീകരിക്കുക. അവളുടെ ഗർഭം പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവന് നാം യേശു എന്ന് വിളിക്കേണ്ടിയിരിക്കുന്നു. അവൻ തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കും. യേശുവിന്റെ ജനനം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളുടെ നിറവേറിയ നിമിഷമായിരുന്നു. മനുഷ്യന്റെ പാപവും അന്ധകാരവും നിറഞ്ഞ ലോകത്തിലേക്ക് ഇമ്മാനുവേൽ, ദൈവം നമ്മോടൊപ്പം വന്നു. യോസഫ് ഒരു നീതിമാനായിരുന്നു. അവന്റെ മനസ്സിൽ ആശങ്കയും ഭയവും നിറഞ്ഞു നിന്നപ്പോൾ ദൈവം ദൂതനെ അയച്ചു. ആ ദൂതന്റെ വാക്കനുസരിച്ച് യോസഫ് മരിയെ സ്വീകരിച്ചു. അവന്റെ അനുസരണം ദൈവത്തിന്റെ പദ്ധതിയെ നടപ്പാക്കാൻ വഴി തീർത്തു. യേശുവിന്റെ ജനനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം ദൂരെയല്ല, നമ്മോടൊപ്പമാണ്. നമ്മുടെ ഭയങ്ങൾക്കിടയിലും സംശയങ്ങൾക്കിടയിലും ദൈവം നമ്മോടൊപ്പം നടക്കുന്നു. ഓരോ ക്രിസ്തുമസിലും നാം കേൾക്കുന്ന ഇമ്മാനുവേൽ എന്ന വാക്ക് നമ്മുടെ ജീവിതത്തിലെ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് ഒരു ഉറപ്പാണ്. ദൈവം ഒരിക്കലും വിട്ടുമാറുകയില്ല. നമ്മുടെ വീടുകളിലും ബന്ധങ്ങളിലും തീരുമാനങ്ങളിലുമെല്ലാം യോസഫിനെ പോലെ ദൈവവചനത്തെ അനുസരിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കട്ടെ. കാരണം അനുസരണ എപ്പോഴും അനുഗ്രഹത്തിലേക്കാണ് നയിക്കുന്നത്. പ്രാർത്ഥന. സ്വർഗസ്ഥ പിതാവേ, നമ്മോടൊപ്പം വസിക്കുവാനായി യേശുവിനെ അയച്ചതിന് നന്ദി. യോസഫിനെ പോലെ നിന്റെ വചനത്തെയും ഇഷ്ടത്തെയും അനുസരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ജീവിതത്തിലെ എല്ലാ അനിശ്ചിതങ്ങളിലും നീയുണ്ടെന്ന ബോധം ഞങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. ഇമ്മാനുവേലായ യേശുവേ, നമ്മുടെ ജീവിതത്തിൽ നിന്റെ സാന്നിധ്യം പ്രതിഫലിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.